വെൽക്കം ബാക്ക് ടു ലേണിനോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ട്രേഡ്സ്മാൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജിയുടെ എക്സ്പെക്റ്റഡ് സിലബസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ PSCയുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം എങ്ങനെയാണ് നമ്മൾ കൺഫർമേഷൻ കൊടുക്കുന്ന ആ ഒരു ടൈമിലാണ് അവർ നമ്മൾക്ക് കറക്റ്റ് ആയിട്ടുള്ള സിലബസ് പ്രൊവൈഡ് ചെയ്യുക അല്ലേ. അതായത് ഏകദേശം ഒരു 2 months മുമ്പ്. പക്ഷേ ഇപ്പം എന്താണ് നമുക്ക് മുമ്പ് തന്നെ പഠിച്ചു പോകണം അല്ലേ. അപ്പോൾ നമുക്ക് അതിന് എന്ത് വേണം, നമുക്ക് അതിലൊരു ഐഡിയ വേണം. അതായത് എന്തൊക്കെ ഏരിയ ആണ് അവിടെ കവർ ചെയ്തിട്ടുള്ളത്, ഏത് രീതിയിലാണ് അവിടെ ക്വസ്റ്റ്യൻ, അതായത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, ഏതൊക്കെ ഏരിയയിൽ നിന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു എക്സ്പെക്റ്റഡ് സിലബസ് ആണ്. അപ്പോൾ നമുക്ക് കൺഫർമേഷൻ കൊടുക്കുമ്പോൾ വരുന്ന സിലബസ് അനുസരിച്ച് നമ്മൾ ഇതിനകത്ത് മാറ്റുന്നതായിരിക്കും, അതിനനുസരിച്ച് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിയാലല്ലേ നമുക്ക് എളുപ്പമായിട്ട് ആ ഒരു ടൈമിൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പെക്റ്റഡ് സിലബസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൽ മൊഡ്യൂൾ ഫസ്റ്റിൽ, അതായത് മൊഡ്യൂൾ 1 എന്താ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മെഷർമെൻറ്റ് സിസ്റ്റം ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയതിന് 20 marks ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എത്രയാണ്? 20 marks. വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ എത്രയും മാർക്സ് നമ്മൾ സ്കോർ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ നന്നായി ഫോക്കസ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിച്ചു പോകേണ്ടതാണ്. അപ്പോൾ അതിനകത്ത് വരുന്നത് മെഷർമെൻറ്റ് മെത്തേഡ്സ്, അതായത് എന്തൊക്കെ മെത്തേഡ്സിലാണ് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് മെഷർ ചെയ്യേണ്ടത്. അതുകൂടാതെ എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് വരുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ പഠിച്ചിട്ടില്ലേ, ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്, ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്, റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസിഫിക്കേഷൻസ്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവേണ്ടതാണ്. പിന്നെ എന്താണ് ഫങ്ഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് സിസ്റ്റം, അതായത് മെഷർമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ്, ഓരോ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കാര്യങ്ങൾ. പിന്നെ അപ്ലിക്കേഷൻ ഓഫ് മെഷർമെൻറ്റ് സിസ്റ്റം, അതായത് എവിടേക്കാണ് ഓരോ ഇൻസ്ട്രുമെൻറ്റിനും ഓരോ അപ്ലിക്കേഷൻസ് ഇല്ലേ, എവിടേക്കാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. മെഷർമെൻറ്റ് മെത്തേഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. പിന്നെ അടുത്തത് നോക്കിയേ, സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്, ഓരോ ഇൻസ്ട്രുമെൻസിനും അതിൻ്റേതായ ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ലേ നമ്മൾ. അതായത് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ അതിൻ്റെ അക്യുറസി എന്താണ്, പ്രിസിഷൻ, ഇൻസ്ട്രുമെൻസിൻ്റെ അക്യുറസി, പ്രിസിഷൻ, സെൻസിറ്റിവിറ്റി, റെസല്യൂഷൻ പോലുള്ള കാര്യങ്ങൾ. അതുപോലെ എറർ റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ നോക്കണം അല്ലേ. അതുപോലെ സ്കെയിൽ റേഞ്ച് ഏത് രീതിയിലാണ്, സ്പാൻ, ലീനിയാരിറ്റി ആൻഡ് ഹിസ്റ്ററിസിസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് നോട്ട് ചെയ്ത് പോവേണ്ടതാണ്. അടുത്തത് നോക്കിയേ, മെഷർമെൻറ്റ്സിൽ തന്നെ അതിൻ്റെ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്, സ്പീഡ് ഓഫ് റെസ്പോൺസ്, ഡൈനാമിക് എറർ, ഫിഡിലിറ്റി, മെഷറിംഗ് ലാഗ് എന്ന റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ വരുന്നത് എന്താ, ലിമിറ്റിംഗ് എറേഴ്സ് ഏത് രീതിയിലാണ്, റിലേറ്റീവ് ലിമിറ്റിംഗ് എറർ, ഗ്രോസ് എറർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എറർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിൽ പഠിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്ത് പോകണം കേട്ടോ. പിന്നെ അതിൻ്റെ യൂണിറ്റ്സ്, അതുപോലെ സിസ്റ്റംസ് ആൻഡ് ഡയമെൻഷൻസിൻ്റെ കാര്യങ്ങൾ, അബ്സല്യൂട്ട് യൂണിറ്റ് എന്താണ്, ഫണ്ടമെൻ്റൽ ആൻഡ് ഡെറൈവ്ഡ് യൂണിറ്റ് വരുന്നുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂണിറ്റ്, അതായത് യൂണിറ്റ് ആൻഡ് സിസ്റ്റംസ് ആൻഡ് ഡയമെൻഷൻസിൻ്റെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് പോവുക. പിന്നെ അനലോഗ് ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഓപ്പറേറ്റിംഗ് ഫോഴ്സ് ഓഫ് ഇലക്ട്രോ മെക്കാനിക്കൽ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്, ടൈപ്സ് ഓഫ് ഡാമിംഗ്. ഇത്രയും ഏരിയ ആണ് ഈ ഒരു മൊഡ്യൂൾ 1 നമ്മൾ കവർ ചെയ്ത് പോകേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 20 marks എന്ന് പറയുമ്പോൾ തന്നെ അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. വലിയ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എറർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിച്ചു പോവേണ്ടതാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്, ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിച്ചു പോകേണ്ടത് ഏരിയ കൂടിയാണ്. അപ്പോൾ മെഷർമെൻറ്റ് വളരെ എന്താ പറയുക, ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നന്നായി പഠിക്കുക ഈ ഒരു മൊഡ്യൂൾ. അടുത്ത മൊഡ്യൂൾ നോക്കിയാൽ ബേസിക് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആണ്. 10 മാർക്കാണ് അതിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ബേസിക് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നമുക്ക് അറിയാവുന്നതാണ്, അതായത് റെസിസ്റ്റൻസ്. ബേസിക് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, ഇവരാണ് നമ്മൾ ആദ്യം നോക്കുന്നത് അല്ലേ. അതെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്, വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്. പിന്നെ വരുന്നത് കുറച്ച് എന്താണ്, ഓംസ് ലോസ്, അതായത് ഓംസ് ലോ റിലേറ്റഡ്, അതായത് റെസിസ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ റെസിസ്റ്റൻസിൽ എങ്ങനെയാണ് റെസിസ്റ്റൻസ് സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ, അതുപോലെ പാരലലായി കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് ചെറിയ പ്രോബ്ലംസ് ആണ് ആ ഒരു ഏരിയയിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പോകേണ്ടത്. പിന്നെ ചാർജ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതുപോലെ ടൈം പീരീഡ്, അതായത് AC ഫണ്ടമെൻ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഭാഗങ്ങളിൽ ഫുൾ വന്നിട്ടുള്ളത്. ചെറിയ ടേംസുകളാണ്, അതായത് നമ്മളൊരു സൈൻ വേവ് വരയ്ക്കുമ്പോൾ അതിൽ വരുന്ന ഫ്രീക്വൻസി എന്താണ്, ടൈം പീരീഡ്, RMS വാല്യൂ, പീക്ക് വാല്യൂ, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ നോക്കി AC ഫണ്ടമെൻ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ സിംഗിൾ ഫേസ് ആൻഡ് 3 phase സപ്ലൈ റിലേറ്റഡ് ആയിട്ട്. പിന്നെ ടേംസ് ലൈക്ക് എന്താണ്, ലൈൻ വോൾട്ടേജ്, ഫേസ് വോൾട്ടേജ്, കറണ്ട് ആയിട്ടുള്ള ബേസിക് കാര്യങ്ങളാണ് ആ ഒരു സെക്ഷനിൽ വരുന്നത്. അടുത്ത കേസ് നോക്കി, നമ്മളുടെ
അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി, അതായത് ഇലക്ട്രോ മാഗ്നറ്റിസം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അവർ. അതായത് ഇലക്ട്രിക്കൽ ഫീൽഡ് ഡെൻസിറ്റി, അതിൻ്റെയൊക്കെ യൂണിറ്റ് പഠിച്ചു പോകണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, അത് ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ എന്താ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് എന്താ കപ്പാസിറ്റൻസ് അല്ലേ. നമ്മൾ കപ്പാസിറ്റൻസ് പഠിച്ചിട്ടുണ്ട്. കപ്പാസിറ്ററിൻ്റെ സീരീസ് കണക്ഷൻ, പാരലൽ കണക്ഷൻ, അതുപോലെ കപ്പാസിറ്ററിൻ്റെ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ്, കപ്പാസിറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് പോകണം കേട്ടോ. ആ ഒരു ഏരിയ ഫുൾ നമ്മൾ അതാണ് കവർ ചെയ്ത് പോകേണ്ടത്. പിന്നെ വരുന്നത് എന്താ, നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് ഇവിടെ പറഞ്ഞത് അല്ലേ. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റിസം, ഇലക്ട്രോ മാഗ്നറ്റിസത്തിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്താണ്, ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്താണെന്നുള്ളത്, പിന്നെ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ, ഫ്ലക്സ്, ഇതൊക്കെ ടേംസുകളാണ് അല്ലേ. നമ്മളെല്ലാം ഇപ്പോഴും പഠിക്കുന്ന ടേമുകൾ, അതിൻ്റെ യൂണിറ്റുകൾ. പിന്നെ മാഗ്നറ്റിസവും ഇലക്ട്രിക്കൽ സർക്യൂട്ടും തമ്മിലുള്ള ആ ഒരു ക്ലാസ് ഡിഫറൻസുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. പിന്നെ വരുന്നത് എന്താ, ഇൻസുലേറ്റർ, ഫാരഡേസ് ലോ, അതിനകത്ത് ഫാരഡേസ് ലോ, സെൽഫ് ഇൻഡക്റ്റൻസ് പ്രോബ്ലംസ് ഒക്കെ വന്ന് കാണാറുണ്ട് കേട്ടോ. മ്യൂച്വൽ ഇൻഡക്ഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്താണ്, കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചു പോകേണ്ടതാണ്. പിന്നെ വരുന്ന ഏരിയ എന്താണ്, ഇൻസുലേറ്റർ, കണ്ടക്ടർ, സെമി കണ്ടക്ടർ, നമ്മൾ മെറ്റീരിയൽ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത് അല്ലേ. എന്തൊക്കെയാണ് ഇൻസുലേറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള, അതിലെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഏത് രീതിയിലാണ്, പിന്നെ ആക്റ്റീവ് ആൻഡ് പാസീവ് കോമ്പണൻസ് ഏതാണ്, റെസിസ്റ്റൻസിൻ്റെ കളർ കോഡിങ്, അതുപോലെ പവർ റേറ്റിംഗ് ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് എന്താണ്, റെസണൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കോൺസെപ്റ്റ് ഓഫ് റെസണൻസ്, അതായത് RC, RL, RLC സർക്യൂട്ട്സിലൊക്കെ വരുന്ന എന്താണ് റെസണൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്ത് തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് പഠിച്ചു പോകേണ്ടതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10 മാർക്കാണ് ബേസിക് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അടുത്തത് എന്താ, ബേസിക് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിയും. അടുത്തത് എന്താ, ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് PN ജംഗ്ഷൻ ഡയോഡ് എന്താണ്, ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ, ബേസിക് ആയിട്ടുള്ള ഡയോഡിൻ്റെ കാര്യങ്ങളാണ് ആ ഒരു സെക്ഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് PN ജംഗ്ഷൻ ഡയോഡ്, പ്രിൻസിപ്പിൾ ആൻഡ് വർക്കിംഗ് ഓഫ് സെനാർ ഡയോഡിൻ്റെ, അതുപോലെ ഫോട്ടോ ഡയോഡ്, റെക്ടിഫയർ എന്താണ്, ഫിൽറ്റർ എന്താണ്, വേരിയാക്ടർ എന്താണ്, അങ്ങനെയുള്ള കേസുകളൊക്കെ. പിന്നെ വരുന്നത് എന്താണ്, ട്രാൻസിസ്റ്ററിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോട്ട് ചെയ്ത് പോകേണ്ടതാണ് കേട്ടോ. ട്രാൻസിസ്റ്ററിൻ്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ് അല്ലേ, വർക്കിംഗ് ഓഫ് PN ട്രാൻസിസ്റ്റർ വരുന്നുണ്ട്. അതുപോലെ ഇമിറ്റർ ബേസ്ഡ്, കളക്ടർ ടെർമിനൽ, അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ വരുന്നുണ്ട്. പിന്നെ എന്താ വരുന്നത്, നീഡ് ഫോർ ബയസിങ് ഓഫ് ട്രാൻസിസ്റ്ററിൻ്റെ ആവശ്യകത, ഡിഫറെൻറ്റ് വോൾട്ടേജ് ആൻഡ് കറണ്ട്, അതായത് ട്രാൻസിസ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ട്രാൻസിസ്റ്ററിൻ്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ നോക്കണം. പിന്നെ ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചു പോകണം. അതായത് ട്രാൻസിസ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, കൺസ്ട്രക്ഷനും വർക്കിങ്ങും എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ച് തന്നെ പോകേണ്ടതാണ്. അടുത്തത് എന്താ വരുന്നത്, ആംപ്ലിഫയേഴ്സിനെ കുറിച്ചിട്ട് കേട്ടോ. ആംപ്ലിഫയർ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ആംപ്ലിഫയർ ഏത് രീതിയിലാണ്. പിന്നെ എന്താ വരുന്നത്, വോൾട്ടേജ് ആംപ്ലിഫയർ, വോൾട്ടേജ് ഗെയിൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആംപ്ലിഫയേഴ്സുള്ള എമിറ്റർ ഫോളോവർ സർക്യൂട്ട്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, RC കപ്പിൾഡ് ആംപ്ലിഫയേഴ്സ് ഒക്കെ, അതായത് ബേസിക് ആയിട്ട് നമ്മൾ ഇലക്ട്രോണിക്സിൽ പഠിക്കുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഡയോഡിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ട്രാൻസിസ്റ്ററിൻ്റെ എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് പോവേണ്ടതാണ്. പിന്നെ ആംപ്ലിഫയർ റിലേറ്റഡ് ആകുമ്പോൾ ആംപ്ലിഫയറിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, വോൾട്ടേജ് ആംപ്ലിഫയർ, അതിൻ്റെ ഗെയിൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് പോവുക. പിന്നെ വരുന്നത് UJT, അതായത് നമ്മൾ പവർ ഇലക്ട്രോണിക്സ് ഡിവൈസസ് പഠിച്ചിട്ടില്ല, അതിൽ UJT, FET, MOSFET എല്ലാത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും സിംബലും സർക്യൂട്ടും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്ന് പഠിച്ച് തന്നെ പോകണം. സ്നെബർ സർക്യൂട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ട്രയാക്ക്, UJT, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് തന്നെ പഠിച്ചു പോകേണ്ടതാണ്. അതിൽ 12 മാർക്സ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോകേണ്ടതാണ്. അപ്പോൾ ഒരുപാട് മാർക്കുകൾ കൊടുക്കുന്ന ഏത് മൊഡ്യൂളാണെന്ന് ഫോക്കസ് ചെയ്ത് തന്നെ പഠിച്ചു പോകണം കേട്ടോ. അടുത്തത് ഏതാണെന്ന് നോക്കിയാൽ മൊഡ്യൂൾ 4 വരുന്നത് എന്താ, ഫണ്ടമെൻ്റൽ ഓഫ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് മൈക്രോ കൺട്രോളർ. അതിനകത്ത് 6 മാർക്കുകളാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് നമ്മൾ പഠിച്ചിട്ടില്ലേ, നമ്പർ സിസ്റ്റവും അതുപോലെ ഗേറ്റ്സുകൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് നോക്കിയാൽ നമ്പർ സിസ്റ്റം വരുന്നുണ്ട്, ഡെസിമൽ, നമ്പർ സിസ്റ്റത്തിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെസിമൽ, ബൈനറി, ഒക്ടൽ, ഹെക്സാ ഡെസിമൽ എല്ലാത്തിൻ്റെയും അതിൻ്റെ കൺവേർഷൻസ് നോക്കുക. പിന്നെ കോംപ്ലിമെൻറ്റ്സ്, അതായത് 1s കോംപ്ലിമെൻറ്റ്സ്, 2 കോംപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ. പിന്നെ ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ, BCD, അതുപോലെ XS3, ഗ്രേ, ആൽഫ ന്യൂമറിക് കോഡ്സ്, അതായത്
ബേസിക് ആയിട്ടുള്ള നമ്പർ സിസ്റ്റംസിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. പിന്നെ ഗേറ്റ്സുകളും ലോജിക് ഗേറ്റ്സ്, യൂണിവേഴ്സൽ ഗേറ്റ്സുകൾ, ഹാഫ് ആഡർ, ഫുൾ ആഡർ എല്ലാം വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മൾ നമ്പർ സിസ്റ്റം മാത്രം പഠിച്ചാൽ മതിയോ? പോരാ, മൈക്രോ കൺട്രോളർ എന്നൊരു ഏരിയ കൂടി നമ്മളിവിടെ ഫോക്കസ് ചെയ്യാനുണ്ട്. അതായത് മൈക്രോ കൺട്രോളറിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ മെമ്മറി ഓർഗനൈസേഷൻ, അഡ്രസ്സിംഗ് മോഡ്, രജിസ്റ്റർ, ഇൻറപ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ മാത്രം. അതായത് പ്രോഗ്രാമിംഗ് ഒന്നും തന്നിട്ടില്ല, പക്ഷേ എന്താണ് അതിൻ്റെ ബേസിക് കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിനകത്ത് ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കണം ഈ ഒരു മൊഡ്യൂളിൽ കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്പർ സിസ്റ്റവും വരുന്നുണ്ട്, കൂടാതെ ആര് കൂടി വരുന്നുണ്ട്? മൈക്രോ കൺട്രോളറും. അപ്പോൾ ഏകദേശം ഒരു 4 മാർക്ക് നമ്പർ സിസ്റ്റത്തിൽ നിന്ന്, അതായത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ഏരിയയിൽ നിന്നാണെങ്കിൽ 2 മാർക്ക് നമുക്ക് എവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം? മൈക്രോ കൺട്രോളർ ഏരിയയിൽ നിന്ന് ഇവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്ത് പഠിക്കാവുന്നതാണ്. അടുത്തത് നോക്കിയാൽ മൊഡ്യൂൾ 5. മൊഡ്യൂൾ 5 എന്താ പറയുന്നത്? പവർ സോഴ്സസ് ആൻഡ് റിന്യൂവബിൾ എനർജി സിസ്റ്റം ആണ് അല്ലേ. അതായത് 5 മാർക്കേ ഉള്ളൂ, കുറച്ച് മാർക്കെയാണ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നോക്കി അതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന പവർ സോഴ്സസ് ഏതൊക്കെയാണ്? അതായത് സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ, SMPS, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അത് വേരിയസ് ടൈപ്പ് ഓഫ് ചോപ്പർ സർക്യൂട്ട് നമ്മൾ നോക്കണം. പിന്നെ ഇൻവേർട്ടേഴ്സ്, അതിൻ്റെ പ്രിൻസിപ്പിൾ, അതൊക്കെ എന്താ പവർ സോഴ്സസ് ആണ് അല്ലേ. അതായത് SMPS, അതുപോലെ ഇൻവേർട്ടർ, UPS ഒക്കെ എന്തിൻ്റെ റിലേറ്റഡ് ആണ്? നമ്മൾ പവർ സോഴ്സസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുപോലെ ടൈപ്പ് ഓഫ് UPS എന്നൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓഫ്ലൈൻ OPS, ഓൺലൈൻ UPS ഒക്കെ എപ്പോഴും നമുക്ക് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അതായത് UPSൻ്റെ സ്പെസിഫിക്കേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ റിന്യൂവബിൾ എനർജി സിസ്റ്റം എന്ന് തന്നിട്ടുണ്ട്. റിന്യൂവബിൾ എനർജി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ പവറിനെ കുറിച്ച് മാത്രമാണ് ഇവിടുത്തെ റിന്യൂവബിൾ, അതായത് സോളാർ പവറിനെ കുറിച്ച് കൂടുതലും നമ്മൾ പഠിക്കേണ്ടത് ആ ഒരു ഏരിയ മാത്രമാണ് ഇവിടെ ഫോക്കസ് ചെയ്ത് തന്നിട്ടുള്ളത്. നമുക്ക് ഈ സിലബസ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതായത് നോക്കിയ നീഡ് ഓഫ് റിന്യൂവബിൾ എനർജി സോഴ്സസിൻ്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ്. പിന്നെ സോളാർ എനർജി ആസ് എ റിന്യൂവബിൾ സോഴ്സ്, സോളാർ സെല്ല് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ നമ്മൾ സിലിക്കൺ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. പിന്നെ എങ്ങനെയാണ് ഒരു സോളാർ സെൽ ലൈറ്റിന് കൺവേർഷൻ അല്ലേ, പ്രിൻസിപ്പിൾ ഓഫ് കൺവേർഷൻ ഓഫ് സോളാർ ലൈറ്റ് ഇൻ ടു ഇലക്ട്രിസിറ്റി, ബേസിക്സ് ഓഫ് ഫോട്ടോ വോൾട്ടേജ്. അപ്പോൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഏത് തന്നെയാണ്? നമ്മളുടെ സോളാർ പവർ, അതായത് സോളാർ സെൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചു പോകേണ്ടത്. അത് തന്നെയാണ് റിന്യൂവബിൾ എനർജി സിസ്റ്റം. നമുക്ക് അറിയുന്നതാണ് വിൻഡ്, സോളാർ ഇതൊക്കെ പഠിച്ചിട്ടില്ലേ, അത് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് നമ്മൾ സിലബസ് പ്രകാരം ഫോക്കസ് ചെയ്ത് പോകേണ്ടത് എന്ത് തന്നെയാണ്? നമ്മളുടെ സോളാർ പവർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അടുത്തത് മൊഡ്യൂൾ 6 നോക്കിയാൽ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. അതായത് നമ്മൾ ബേസിക് ആയിട്ടുള്ള, അതായത് നമ്മളിപ്പോൾ ഇലക്ട്രിക്കൽ നോക്കി, ഇലക്ട്രോണിക്സ് നോക്കി, അതുപോലെ തന്നെ എന്താണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെയും ബേസിക് വരുന്നുണ്ട്. 10 മാർക്കാണ് അവിടെ സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് വരുന്നത് നമ്മളുടെ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. മൈക്രോ, മിനി, മെയിൻ ഫ്രെയിം, സൂപ്പർ കമ്പ്യൂട്ടർ, അതിൻ്റെ ആർക്കിടെക്റ്റ് അല്ലേ, കമ്പ്യൂട്ടർ സിസ്റ്റം, പ്രോസസ്സർ യൂണിറ്റ്, CPU, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങൾ, അതുപോലെ മെമ്മറി, ടൈപ്സ് ഓഫ് മെമ്മറി, അതുപോലെ സെമി കണ്ടക്ടർ മെമ്മറി, റാം, റോം, പ്രോം, EEPROM, EEPROM ഒക്കെ നമ്മൾ അതിനകത്ത് വരുന്നതാണ്. അതുപോലെ ക്യാഷ് മെമ്മറി, സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്, ടൈപ്പ്, അതിൻ്റെ കപ്പാസിറ്റി, അതുപോലെ സ്റ്റാൻഡേർഡ് ഇൻ്റർഫേസസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്? ആ ഒരു ഏരിയയിൽ നിന്ന് ബേസിക് കാര്യങ്ങൾ. പിന്നെ എന്താ വരുന്നത്? കോൺസെപ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലേ. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കോൺസെപ്റ്റുകൾ നോക്കണം. എന്തൊക്കെ ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്, അതിൻ്റെ ഫങ്ഷൻസ്, അതിൻ്റെ നീഡ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അങ്ങനെയുള്ള കാര്യങ്ങൾ. യുണിക്സ്, ലിനക്സ്, വിൻഡോസ് സിസ്റ്റംസ് ഒക്കെ നമുക്ക് അറിയുന്നത് തന്നെയാണ്. പിന്നെ വരുന്നത് എന്താണ്? ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിലേക്ക്, അതായത് അഡ്വാൻറ്റേജസ്, അതായത് നമ്മളിപ്പോൾ നോക്കിയ നെറ്റ്വർക്ക് ടോപ്പോളജീസ്, സ്റ്റാർ റിംഗ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ടോപ്പോളജീസ് പഠിക്കുന്നുണ്ട് അല്ലേ. മെഷ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഏരിയ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്, ലോക്കൽ ഏരിയ, ലാൻ, വാൻ, പിന്നെ അതുപോലെ മാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെയും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചു പോകേണ്ടത്. 10 മാർക്കാണ്. അപ്പോൾ തിയറി പോർഷൻസ് ആയിരിക്കും കൂടുതലായിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. അതെന്തായാലും വരും. അപ്പോൾ നന്നായി ആ ഒരു ഭാഗം പഠിക്കുക. അപ്പം ബേസിക് ആയിട്ടുള്ള ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും കമ്പ്യൂട്ടറിൻ്റെയൊക്കെ നന്നായി പഠിച്ചു പോകേണ്ടതാണ് കേട്ടോ. പിന്നെ വരുന്നത് മൊഡ്യൂൾ 7 4 മാർക്കേ ഉള്ളൂ. അപ്പോൾ അത് ബേസിക് ഓഫ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്, നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിനകത്ത് തനിയെ അവരൊരു ക്ലാസിഫിക്കേഷൻ തരികയാണ്. നമ്മൾ ഇൻഡിക്കേറ്റിംഗ്, ഇൻ്റഗ്രേറ്റിംഗ്, റെക്കോർഡിംഗ് ഒക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ പഠിക്കുന്നുണ്ട് ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ. അതിൽ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിനെ മാത്രം എടുത്ത് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ ഓഫ് അനലോഗ് മീറ്റർ, ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, അമീറ്റർ, വോൾട്ട് മീറ്റർ ഒക്കെയാണ് നമ്മളുടെ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ
ഫണ്ടമെൻ്റലും ഓഫ് അമീറ്റർ, വോൾട്ട് മീറ്റർ, അതുപോലെ ഗാൽവനോമീറ്ററിൻ്റെ കാര്യങ്ങൾ, പിന്നെ മെഷർമെൻറ്റ് ഓഫ് പവർ, എനർജി, അതുപോലെ റെസിസ്റ്റൻസ്, പൊട്ടൻഷ്യോമീറ്റർ, മൾട്ടിമീറ്റർ ആൻഡ് സി ആർ ഒ റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ഒരു ഏരിയ ആണ് നമ്മളുടെ CRO എന്ന് പറയുന്ന ആൾക്കാരൊക്കെ. അപ്പോൾ അതിൽ നമുക്ക് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്ത് പോകാവുന്നതാണ്. ഇനി അടുത്തത് എന്താ, മൊഡ്യൂൾ 8 20 മാർക്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിലും അതുപോലെ മൊഡ്യൂൾ 8ലുമാണ് ഇതിനെ 20 മാർക്സ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതും ആ 2 മൊഡ്യൂളുകൾ തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള മൊഡ്യൂൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പക്ഷേ എന്താണ്, മാർക്ക് കൂടുതൽ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു 2 മൊഡ്യൂളാണ്. അപ്പോൾ നമ്മൾ അത്രയും ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം നല്ല മാർക്ക് ആ ഒരു ഇതിൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ ട്രാൻസ്ഡ്യൂസേഴ്സ്, ക്ലാസിഫിക്കേഷൻ, അതായത് ബേസിക്സ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സും ഇൻസ്ട്രുമെൻറ്റേഷനുമാണ് ആ ഒരു മൊഡ്യൂൾ 8 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ട്രാൻസ്ഡ്യൂസേഴ്സിനെ കുറിച്ചിട്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് കാണുന്നില്ലേ, സെൻസിറ്റിവിറ്റി, ടൈപ്പ് ഓഫ് പൊട്ടൻഷ്യോമീറ്റർ, സ്ട്രെയിൻ ഗേജ് ഫാക്ടർ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ റെസിസ്റ്റൻസ്, ടെമ്പറേച്ചർ ഡിറ്റക്ടർ, തെർമിസ്റ്റർ, അതൊക്കെ എന്താണ് നമ്മുടെ ട്രാൻസിസ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസിൽ വരുന്നതാണ് അല്ലേ. പിന്നെ വേരിയബിൾ ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്, LVDT, കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്, അതിൻ്റെ ടൈപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ച് പോകേണ്ടതാണ് കേട്ടോ. പിന്നെ അതിൽ തന്നെ എന്താ വരുന്നുണ്ട്, പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസേഴ്സ്, ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നതാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസേഴ്സ് ഒക്കെ. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ഹാൾ എഫക്ട് ട്രാൻസ്ഡ്യൂസേഴ്സ്, ടാക്കോമീറ്റേഴ്സ്, ട്രോബോസ്കോപ്പിക്, പിന്നെ മെഷർമെൻറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വരുന്നുണ്ട്, അതിൻ്റെ ഡെൻസിറ്റി, വിസ്കോസിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഫോട്ടോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസേഴ്സ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് എന്താണ്, ബോളോമീറ്റർ. ഇപ്പോൾ ട്രാൻസ്ഡ്യൂസേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും അവരുടെ മെഷർമെൻറ്റ്, അതായത് നോക്കിയാൽ മെഷർമെൻറ്റ് ഓഫ് ഫ്ലോ, ടർബൈൻ, ഇലക്ട്രോമാഗ്നറ്റിക് ആൻഡ് അൾട്രാ സൗണ്ട് ഫ്ലോ മീറ്റർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിക്വിഡ് ലെവൽ മെഷർമെൻറ്റ്, അത് യൂസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് മെഷർ ചെയ്യുന്ന എന്ന രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. പിന്നെ ടൈപ്സ് ഓഫ് റേഡിയേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അയണൈസേഷൻ ചാമ്പർ, ആ ഒരു കേസുകൾ നമ്മളൊന്ന് നോട്ട് ചെയ്ത് പോകേണ്ടതാണ്. ഇപ്പോൾ തിയറി പോർഷൻസ് ആണ് കൂടുതലായിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചു പോവുക കേട്ടോ. പിന്നെ വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്തത് നോക്കിയേ, ഡേറ്റ അക്വിസിഷൻ ആൻഡ് ടെലമെൻട്രി എന്ന് പറഞ്ഞിട്ട് 5 മാർക്കിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നോക്കിയാൽ കോമ്പോണൻസ് എന്തൊക്കെ കോമ്പോണൻസ് ആണ് ഒരു ഡാറ്റ അക്വിസിഷൻ സിസ്റ്റത്തിലുള്ളത്. പിന്നെ മൾട്ടിപ്ലക്സിങ്, റെക്കോർഡേഴ്സ് ആൻഡ് ഡാറ്റ ലോഗിങ്, ജനറൽ ടെലമെൻട്രി സിസ്റ്റം, അതിൻ്റെ ടൈപ്സ്, വോൾട്ടേജ് ടെലമെൻട്രി, കറണ്ട് ടെലമെൻട്രി എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഇത് നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ, ഡാറ്റ അക്വിസിഷൻ കോമ്പോണൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. പിന്നെ വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ, അതായത് ഫൈബർ ഒപ്റ്റിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ കണക്ഷൻ, പിന്നെ പ്രോപ്പർട്ടീസ് അല്ലേ, ഒപ്റ്റിക് ഫൈബറിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ ടെസ്റ്റിംഗ്, ലോസസ്, ടൈപ്സ് ഓഫ് ഫൈബർ ഒപ്റ്റിക് കേബിൾ ആൻഡ് സ്പെസിഫിക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ്. പക്ഷേ ഈ ഒരു ഡാറ്റ അക്വിസിഷൻ കുറച്ച് നമ്മൾ പഠിക്കാത്ത ഒരു ഏരിയ ആണ്. അപ്പോൾ നന്നായി പഠിക്കുക ആ ഒരു ഭാഗം. 5 മാർക്കേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ടും വരുള്ളൂ. എന്നാലും എന്താണ്, നന്നായി പഠിച്ചു പോകേണ്ട ഏരിയ ആണ് മൊഡ്യൂൾ 9. പിന്നെ അടുത്തത് നോക്കിയാൽ മൊഡ്യൂൾ 10 വരുന്നത് ബേസിക്സ് ഓഫ് ബയോമെഡിക്കൽ കൺട്രോൾ സിസ്റ്റം ആൻഡ് പ്രോസസ് കൺട്രോൾ പറഞ്ഞിട്ടാണ്. 8 മാർക്കാണ് അതിൽ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ബേസിക്സ് കാര്യങ്ങളൊക്കെയാണ്, അതായത് ഓപ്പൺ ലൂപ്പ് ആൻഡ് ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം, അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ഗെയിൻ, ബാൻഡ് വിഡ്ത്ത്, അതുപോലെ സ്റ്റെബിലിറ്റി, ഓർഡർ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഏറ്റവും ബേസിക് കാര്യങ്ങളാണോ, സിസ്റ്റത്തിൻ്റെ ഓർഡർ, ഫോഴ്സ് വോൾട്ടേജ് അനലോഗി, ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ട്രാൻസിയൻ റെസ്പോൺസ്. പിന്നെ നോക്കിയാൽ കൺട്രോളിംഗ് പ്രോസസ് ആൻഡ് കൺട്രോൾ വരുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് കൺട്രോൾ വരുന്നുണ്ട്, അതുപോലെ വേരിയബിൾ പ്രോസസ്, ഫീഡ് ഫോർവേഡ് കൺട്രോൾ, ഓഫ്സെറ്റ് ആൻഡ് ഓൺ ഓഫ് കൺട്രോൾ, PID കൺട്രോളർ, അതുപോലെ PLCയുടെ ഫണ്ടമെൻ്റൽ ബ്ലോക്ക് ഡയഗ്രാമുകൾ കാര്യങ്ങൾ, അതിലൊക്കെ എന്തൊക്കെ പാരാമീറ്റേഴ്സ് വരുന്നുണ്ട്, ലാഡർ ഡയഗ്രാം, അതുപോലെ ന്യൂമാറ്റിക് ആൻഡ് ഹൈഡ്രോളിക് കൺട്രോളേഴ്സ് വരുന്നുണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് കൺവേർട്ടേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഏരിയയിൽ നമ്മൾ, അതായത് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് പോവുക. പിന്നെ വരുന്നത് എന്താണ്, ബേസിക് ഓഫ് ബയോമെഡിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട്, അതായത് ബയോ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ, ECG, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ബ്ലഡ് പ്രഷർ മെഷർമെൻറ്റ്, ബ്ലഡ് ഫ്ലോ മെഷർമെൻറ്റ്, ചെറിയൊരു ഏരിയ ആണ്. അപ്പോൾ അതുകൂടി ഒന്ന് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ പഠിച്ചു പോകേണ്ടതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ പ്രീവിയസ് ഇയർ സിലബസ് വെച്ച് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി പുതിയ സിലബസ് വരുമ്പോഴും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് വെച്ച് ക്ലാസ്സസ്
പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കണം. അതായത് ബേസിക് ഇലക്ട്രിക്കൽ ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങളുണ്ട്. പിന്നെ വരുന്നത് എന്താ, നമ്മളുടെ ഇൻസ്ട്രുമെൻറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അല്ലേ. അതൊക്കെ ഒന്ന് നന്നായി പഠിച്ചു പോവുക, ഇപ്പോൾ തന്നെ പഠിക്കാൻ തുടങ്ങുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ ആ ഒരു ടൈമിൽ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തന്നെ ടെൻഷനായി പോവില്ല, ഇതൊന്നും പഠിച്ചില്ല ഇത്രയും നാളെന്ന് പറഞ്ഞ് ടെൻഷനാവുന്ന ഒരു കോൺസെപ്റ്റാണ് കണ്ടുവരാറുള്ളത്. അപ്പോൾ അതൊന്നും നോക്കാതെ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, കുറച്ച് പഠിക്കുക, കുറേ പ്രോബ്ലംസൊക്കെ വർക്കൗട്ട് ചെയ്ത് പോവുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എളുപ്പമായിട്ട് പേടിയില്ലാതെ തന്നെ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.